Hey people, welcome to Mallu in Maple. Guys, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്താണ്. ഈ വ്യത്യസ്തമായ സ്ഥലം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതെന്താണ്? അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഈ ഒരു സ്ഥലം 1932 ജെബ്യൂ എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഇത് തുടങ്ങിയ ഒരു കടയാണ്. സോ നമുക്കത് ആദ്യം ഒന്ന് കണ്ടാലോ? കാണണ്ടേ? പോയാലോ? അപ്പൊ കൂട്ടുകാരെ, നമുക്കൊന്ന് പോയി മേടിച്ച് ടേസ്റ്റ് ചെയ്താലോ? എന്ത് പറയുന്നു? ഗിബോ ഓറഞ്ച് ജൂലിപ്പ് മോൺട്രിയലിലെ പ്രശസ്തമായ ഒരു ആസ്ഥാനമാണ്. പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് ലഭിക്കുന്ന അതിന്റെ പേരിലുള്ള പ്രത്യേക പാനീയമായ ഓറഞ്ച് ജൂലിപ്പിന്റെ കാരണം. 1932 ആരംഭിച്ച ഈ സ്ഥലം ഇന്ന് മോൺട്രിയലിന്റെ ഒരു ഐക്കോണായിരിക്കുകയാണ്. അത് ദൃശ്യമായ ഒരു വലിയ ഓറഞ്ച് സൈൻ, വലിയ ഓറഞ്ച് വള ഉള്ള ഒരു ഊർജ്ജസ്വലമായ പാനീയമായികമാണ്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഇരുന്ന് കുടിക്കാം. ഇതൊക്കെ ഇവരുടെ പാർക്കിംഗ് ലോട്ടാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ വണ്ടികളൊന്നും ഇല്ലല്ലോ. ഇതൊരു വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവര് വെളുപ്പിന് 4 മണി വരെയാണ് ഇത് ഓപ്പൺ ചെയ്തിട്ട്. അതുവരെ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. സോ ഇതാണ് ജ്യൂസ് ഗൈസ്. സോ നമ്മളിപ്പോൾ ജ്യൂസ് മേടിച്ച് നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് പോവാണ്. ഞാനൊരു ചെറിയ ജ്യൂസാണ് മേടിച്ചത്. കാരണം ഞാൻ അങ്ങനെ ഒരു സ്വീറ്റ് ലവർ അല്ല. ഈ ഒരു ജ്യൂസിന് അത്രയും ഫേവറേറ്റ് ഉള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഞാനിത് മേടിച്ചോണ്ട് വന്നു. അപ്പൊ ഇനി നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. ഓറഞ്ചാണ്, ഒറിജിനൽ ഓറഞ്ചാണ്. പക്ഷെ ഈ സ്വീറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഞാൻ സ്വീറ്റ് അധികം ഇഷ്ടപ്പെടാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് ഓക്കെയാണ്. പക്ഷെ നല്ല സംഭവം കേട്ടോ, കൊള്ളാം. പിന്നെ ഇവരുടെ അടുത്ത് ഈ ജ്യൂസ് മാത്രമല്ല, ഇവരുടെ അടുത്തുള്ളത് പുട്ടീനുണ്ട്. അപ്പോൾ ഈ പുട്ടീൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ, ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പ്രോവിൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രോവിൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്രഞ്ചുകാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഈ ഫ്രഞ്ചുകാർ ഉള്ളതുകൊണ്ട് ഇവരുടെ ഫുഡാണ്, അതായത് ഫ്രഞ്ച് ഫുഡാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ. അതിലൊരെണ്ണമാണ് പുട്ടീൻ. ഈ പുട്ടീൻ എന്ന് പറയുന്നത് ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ പറയാനുള്ളത്, ഇവിടുത്തെ ആൾക്കാർക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. ഉരുളക്കിഴങ്ങ് വിത്ത് ചിക്കൻ, വിത്ത് ബീഫ്, വിത്ത് പോർക്ക്. സോ അവരെല്ലാത്തിനെയും കൊണ്ട് അവര് ഉരുളക്കിഴങ്ങ് കഴിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ ഇവിടെ പല ഇവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫുഡുണ്ട്, സ്ഥലങ്ങളുണ്ട്. നമുക്കിതെല്ലാം കാണാം.
ഇനി മുന്നോട്ടുള്ള വീഡിയോസിൽ നിങ്ങൾ ഇതെല്ലാം കാണുന്നതായിരിക്കും. അപ്പോൾ ഈ കടയിൽ നിങ്ങൾക്ക് ഇത് മാത്രമല്ലാതെ നിങ്ങൾക്ക് ബർഗർ ഉണ്ട്, നിങ്ങൾക്ക് ഫ്രൈസ് ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പുട്ടീൻ കിട്ടും. ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഈ ജ്യൂസാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ സ്ഥലത്ത്. നമുക്ക് വൈകുന്നേരം, അതായത് ഒരു 6 മണി കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ ക്യൂ ആണ്. ഇപ്പം ആൾക്കാർ വന്ന് മേടിച്ചോണ്ട് പോകും. പക്ഷെ വിന്ററിലൊക്കെ ഇവർക്കൊരു സെപ്പറേറ്റ് പാസേജ് ഉണ്ട്, നമുക്ക് അതിൽ കൂടെ വന്നിട്ട് വേണം നമുക്ക് ഉള്ളിൽ കയറാൻ. പക്ഷെ എന്തായാലും നല്ല ജ്യൂസാണ്, നിങ്ങൾ എൻജോയ് ചെയ്യുന്ന. സോ നമുക്ക് അടുത്ത ഒരു സ്പോട്ടിലേക്ക് പോയാലോ? അപ്പം നിങ്ങൾ ചോദിക്കും ഇത് അടുത്ത സ്പോട്ട് എന്താണ്? അത് വലിയൊരു സ്ഥലമൊന്നുമല്ല, എൻ്റെ കാറ് ഒന്ന് കഴുകാനായിരുന്നു. സോ നമുക്ക് കാറ് കഴുകാൻ പോയാലോ? അപ്പം നമുക്ക് പോയാലോ ഗൈസ്? ചിയേഴ്സ്. സോ ഗൈസ്, നമ്മളിവിടെ പെട്രോൾ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ പോയി ടോക്കൺ എടുത്തിട്ട് നമുക്ക് വണ്ടി കഴുകാം. ഓക്കെ, അപ്പം ഞാൻ ടോക്കൺ എടുത്തിട്ട് വരാം. അങ്ങനെ നമുക്ക് ടോക്കൺ കിട്ടി ഗൈസ്. ഇനി അപ്പം നമുക്ക് വണ്ടി കഴുകാൻ പോകാം അല്ലേ? നമ്മളിപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കൂട്ടുകാരെ. ഓൾറെഡി ഉള്ളിലൊരു വണ്ടി കഴുകുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ടേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അവിടെ ടൈമർ കാണിക്കുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ? നമ്മളിവിടെ വണ്ടി കൊണ്ടുപോയി നിർത്തി. ഇനി നമുക്കിവിടെ നമ്പർ അടിച്ചു കൊടുക്കണം. ഓൾറെഡി അവിടെ ട്രെയിൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി വാഷിംഗ് കഴിഞ്ഞ് നമുക്ക് പോവാം.
ഓക്കെ, അപ്പോൾ അങ്ങനെ വാഷിംഗ് കഴിഞ്ഞു ഗൈസ്. സോ നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. പക്ഷെ ഇവിടെ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ ഏകദേശം ഒരു രാവിലെ ഒരു 9 മണി തൊട്ട് 12 മണി വരെ ട്രാഫിക് ജാം ഉണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ ഒരു 2 മണി 3 മണി ആകുമ്പോൾ പിന്നെ തുടങ്ങും. പിന്നെ അതൊരു 6 മണി വരെയൊക്കെ ട്രാഫിക് ജാം കാണും. പിന്നെ ഇവിടെ ട്രാഫിക് ജാമിന്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ സമ്മറിലാണ് എല്ലാ കൺസ്ട്രക്ഷൻ വർക്കും തുടങ്ങുന്നത് കൂടുതലും. ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും റൂബാരെ, അതായത് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഈ ലൈൻ ബ്ലോക്ക് ആണ് എന്നുള്ള ബോർഡ്സ് നമുക്ക് ഇഷ്ടം പോലെ കാണും. കാരണം ഇവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കും. ഇവിടെ റോഡൊക്കെ നന്നാക്കും. ഇതിന്റെ മെയിൻ റീസൺ ത്രൂ ഔട്ട് ദ ഇയർ ഇവിടെ ഒരു ഒക്ടോബർ എൻഡിങ്, നവംബർ എൻഡിങ് ഒക്കെ ആകുമ്പോഴത്തേനും ഇവിടെ സ്നോഫോൾ കാണും. അതൊരു മാർച്ച് വരെ സ്നോഫോൾ ചില സമയത്ത് കാണും. അപ്പൊ ഇവർക്ക് ഈ കിട്ടുന്ന സമയത്ത് വേണം ഇവർക്ക് ഈ കൺസ്ട്രക്ഷനൊക്കെ തീർക്കാനോ അല്ലെങ്കിൽ റോഡിന് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനോ ഒക്കെ ആ സമയത്തെ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ഇങ്ങനെ ട്രാഫിക് ജാം ഒക്കെ കോമൺ ആണ് ഇവിടെ. പക്ഷെ നമ്മൾ ഇതൊക്കെ വിട്ട് നമ്മൾ ഹൈവേയിലോട്ട് കയറുവാണെങ്കിൽ പിന്നെ അവിടെ ട്രാഫിക് ജാം അധികം ഇല്ല. ഇവിടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് നല്ല ചൂടാണ്. ഇവിടെ മിനിഞ്ഞാന്നെങ്ങാണ്ട് ഒരു മഴ പെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ചൂടാണ്. ഇവിടെ ചൂടെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 32-33 ഡിഗ്രീസ് 35 ഡിഗ്രീസ് വരെ ഒക്കെ പോകാറുണ്ട്. എനിക്കൊന്നും ഒരു 4 ദിവസം മുമ്പ് ഒരു 38 ഡിഗ്രീസ് വരെ പോയായിരുന്നു ഇവിടെ. സോ ചൂടും അതുപോലെ തന്നെയുണ്ട്, തണുപ്പും എക്സ്ട്രീമാണ്. ചില സമയത്തൊക്കെ തണുപ്പാണെങ്കിൽ എക്സ്ട്രീമാണ്. അത് നമ്മുടെ വിന്റർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പാണ്. ചില ആൾക്കാർ നാട്ടിൽ വരുമ്പോൾ ഒക്കെ പറയും അവിടെ തണുപ്പല്ലേ, അവിടെ നല്ല രസമല്ലേ എന്ന് പറയും. പക്ഷെ നമ്മുടെ ബോഡിക്കകത്തോട്ട് ഏതാണ്ട് ഈ 1000 പിന്നുകൾ വെച്ച് കുത്തി കയറ്റുന്ന പോലെയാണ് നമുക്ക് ആ തണുപ്പ് ഫീൽ ആവുന്നത്. അത് നമുക്ക് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ചില സമയത്ത് അത് ടു എ വെരി എക്സ്റ്റെൻഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഞങ്ങളൊക്കെ ഇവിടെ ശരിക്കും കവറൊക്കെ ചെയ്തിട്ടാണ് വിന്ററിൽ പുറത്തിറങ്ങുന്നത്. സമ്മർ ആകുമ്പോൾ ഇവിടെ എക്സ്ട്രീമാണ്. അത് നമ്മൾ ഈ ഇവിടുത്തെ വെതർ എന്ന് പറഞ്ഞാൽ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. ഇവിടെ മഴയുണ്ട്, പിന്നെ പെട്ടെന്ന് ചൂടാവും, പിന്നെ അടുത്ത ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ചിലപ്പോൾ മഴ പെയ്യും, പിന്നെ അത് കഴിയുമ്പോൾ പെട്ടെന്നായിരിക്കും ടെമ്പറേച്ചർ ലോ ആകുന്നത്. സോ ഇവിടെ അൺപ്രഡിക്റ്റബിൾ വെതറാണ് ഇവിടെ. ഞാൻ ക്യുബക്കിന്റെ കാര്യമാണ് പറയുന്നത്, ഓവറോൾ കാനഡയുടെ അല്ല. ക്യുബക്കിൽ ഇങ്ങനെയാണ് ക്ലൈമറ്റ് ഞാൻ ഇപ്പൊ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇറ്റ്സ് പ്ലസന്റ്, ഇറ്റ്സ് നൈസ്. സമ്മറിലൊക്കെ ഇവിടെ എല്ലാവരും സ്വിമ്മിങ് പൂള് അല്ലെങ്കിൽ പിന്നെ കൂടുതലും വെക്കേഷൻ എടുക്കുന്നതൊക്കെ ഈ സമ്മർ ടൈമിലാണ് എടുത്ത് അവര് വെക്കേഷന് പോകാറുണ്ട് ആൾക്കാർ ഇവിടെ. ആർക്കൊക്കെ ഇപ്പൊ വെക്കേഷനാണ്. അപ്പൊ എല്ലാവരും നാട്ടിൽ പോവുകയും അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ഔട്ടിംഗ് ഒക്കെ പോവുകയൊക്കെ ചെയ്യാറുണ്ട്. സോ അതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. വെതറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഈ വ്ളോഗിങ് തുടങ്ങാൻ വളരെ ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷേ ഞാൻ ഇന്ത്യയിലുണ്ടായിരുന്നപ്പം കോർപ്പറേറ്റ് ലൈഫ്, പിന്നെ ജോലിയോടുള്ള സ്ട്രെസ്, പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ് എന്ന് പറയുമ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓഫീസിൽ പല പ്രോജക്ട്സും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചാനൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസരം വന്നിട്ടുണ്ട്. ഇന്ത്യയിലായിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു സ്ട്രെസ്ഫുൾ വർക്ക് എൻവയറമെന്റിൽ നമുക്ക് വ്ളോഗിംഗ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കോർപ്പറേറ്റ് ലൈഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, കോർപ്പറേറ്റ്സിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലപോലെ അറിയാം. പക്ഷെ ഇപ്പോൾ ഞാൻ പോകുന്ന ജോലി, ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് കുറച്ച് സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഐ വോണ്ട് ടു യൂട്ടിലൈസ് ദ ടൈം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ, എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്.
ഞാൻ ഏകദേശം ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നല്ല ഒരു ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ കിട്ടുമ്പോൾ ലോങ് ഡ്രൈവിന് പോയിട്ട് അത് കഴിച്ചിട്ട് വരുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ലോങ് ഡ്രൈവ് പോയി ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, ലോങ് ഡ്രൈവ് പോവുക. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇതൊന്നും ഞാൻ ചില സ്ഥലത്തൊക്കെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ കാണിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ വ്ളോഗ് തുടങ്ങാൻ വേണ്ടി ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടതെന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് ഞാനായിട്ട് സംസാരിക്കുന്ന പോലെ ഞാൻ അങ്ങ് സംസാരിക്കാം. എന്ന് വെച്ചാൽ എൻ്റെ മലയാളം അത്രയും പെർഫെക്റ്റ് അല്ലെങ്കിലും ഞാൻ ഓർത്ത് അത് ട്രൈ ചെയ്യുന്നതെന്ന് എനിക്കൊരു ഹാമില്ല അല്ലേ. എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മലയാളത്തിൽ തന്നെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ വ്ളോഗിങ് മലയാളത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് എനിക്കറിയാം. സോ ഞാൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ ഇനിയും കണ്ടന്റ് മലയാളത്തിലേ ചെയ്യത്തുള്ളൂ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സോ പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. നിങ്ങൾ കമൻറ്റും ചെയ്യുക. ഇനിയും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. So till then, bye bye, take care.